ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ വർഗീയവാദിയാക്കിയും താറടിച്ചു കാണിക്കാനും ശ്രമിച്ച് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗം. കോയമ്പത്തൂർ കലാപത്തിലൂടെ ഉയർന്നു വന്ന നേതാവായ CP രാധാകൃഷ്ണൻ കലാപത്തിൽ ഹിന്ദു മുന്നണിയെ നയിച്ച നേതാവാണ് എന്ന് ഉപരാഷ്ട്രപതി അപമാനിക്കുന്ന തരത്തിൽ ലേഖനത്തിൽ പരാമർശം ഉണ്ട്. വിവരങ്ങൾ അനഘ ഹർഷനാണ് നൽകുക. അനഘ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്? രാഖി, സമസ്തയുടെ മുസ്ലിം മതപണ്ഡിത സഭയായ സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള ഈ പത്രമായിട്ടുള്ള സുപ്രഭാതം, ആ സുപ്രഭാതത്തിലെ എഡിറ്റോറിയലിലാണ് ഈ ഉപരാഷ്ട്രപതിയെ അപമാനിച്ചുകൊണ്ടും വർഗീയവാദിയാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഈ ലേഖനം നൽകിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി എന്ന പദവിയോടുള്ള ബഹുമാനം പോലും ഇല്ലാത്ത രീതിയിലുള്ള ലേഖനമാണ് എഴുതിയിരിക്കുന്നത്. അതായത് കോയമ്പത്തൂർ കലാപത്തിലൂടെ ഉയർന്നു വന്ന നേതാവാണ് CP രാധാകൃഷ്ണൻ എന്ന നുണപ്രചാരണമാണ് ആ എഡിറ്റോറിയൽ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന പരമ്പര CP രാധാകൃഷ്ണന്റെ കരിയറിലെ ഒരു വഴിത്തിരിവായിരുന്നു എന്നാണ് ആ ലേഖനത്തിൽ പറയുന്നത്. മറ്റൊന്ന്, കോയമ്പത്തൂർ ലോക്സഭാ സീറ്റിൽ CP രാധാകൃഷ്ണന്റെ വിജയത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സമസ്തയിലെ ആ എഡിറ്റോറിയൽ, ഈ സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയത്തിലും ജീവിതത്തിലും പിഴവില്ലാത്ത കച്ചവടക്കാരനായിരുന്നു CP രാധാകൃഷ്ണൻ എന്ന് പരിഹസിക്കുന്ന രൂപത്തിലാണ് സുപ്രഭാതത്തിലെ ആ എഡിറ്റോറിയൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഉപരാഷ്ട്രപതിയെ അപമാനിക്കാനും വർഗീയവാദിയാക്കി ചിത്രീകരിക്കുകയും ചെയ്യുകയാണ് ആ എഡിറ്റോറിയലിലൂടെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളുടെ കടകളിൽ നിന്ന് ഒരു സാധനങ്ങൾ വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന, ഹിന്ദു സംഘടനകളുണ്ട്. ആ സംഘടനകളെ നയിച്ചത് ഈ ഉപരാഷ്ട്രപതിയായിട്ടുള്ള CP രാധാകൃഷ്ണൻ ആണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വസ്തുതയാണ് എന്ന അടിസ്ഥാനത്തിലാണ് ആ എഡിറ്റോറിയൽ കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ കൃത്യമായി തന്നെ പ്രത്യേകമായ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ് ആ എഡിറ്റോറിയൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഉപരാഷ്ട്രപതി എന്ന പദവിയെ പോലും അവഹേളിക്കുന്ന, അപമാനിക്കുന്ന രീതിയിൽ, വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്ന രീതിയിലാണ് ആ എഡിറ്റോറിയൽ ഈ സമസ്ത മുഖപത്രത്തിൽ, എന്തായാലും സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ, കഴിഞ്ഞ ദിവസം വന്ന എഡിറ്റോറിയലാണ് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. രാഖി, ശരി അനഘ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ വർഗീയവാദിയാക്കിയും താറടിച്ചു കാണിക്കാനും ശ്രമിച്ചിരിക്കുകയാണ് സമസ്ത മുഖപത്രം സുപ്രഭാതം. അങ്ങേയറ്റം പ്രതിഷേധാത്മകമായ രീതിയിലുള്ള ഒരു മുഖപ്രസംഗമാണ്. അദ്ദേഹത്തെ ഒരു ഉപരാഷ്ട്രപതിയാണ് എന്ന ആ പദവിയെ പോലും മാനിക്കാത്ത രീതിയിലുള്ള ഒരു പരാമർശമാണ് അതിൽ ഉള്ളത് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഒരു നുണപ്രചാരണം ആ മുഖപ്രസംഗത്തിൽ നടത്തുന്നുമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അനഘയാണ്.